എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, മൻ കി ബാത്തിൽ നിങ്ങളുമായി സംവദിക്കുന്നതും നിങ്ങളിൽ നിന്ന് പഠിക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് അറിയുന്നതും എനിക്ക് ശരിക്കും സന്തോഷകരമായ ഒരു അനുഭവമാണ് നൽകുന്നത്. നമ്മുടെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെച്ചും നമ്മുടെ മൻ കി ബാത്ത് പറഞ്ഞുകൊണ്ടും ഈ പരിപാടി 125 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത് നമ്മൾ അറിഞ്ഞതേയില്ല. ഇന്ന് ഈ പരിപാടിയുടെ 126ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ദിവസത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ന് ഭാരതത്തിൻ്റെ 2 മഹത് വ്യക്തിത്വങ്ങളുടെ ജന്മദിനമാണ്. ഞാൻ സംസാരിക്കുന്നത് രക്തസാക്ഷി ഭഗത് സിംഗിനെയും ലതാ ദീദിയെയും കുറിച്ചാണ്. സുഹൃത്തുക്കളെ, അമര രക്തസാക്ഷി ഭഗത് സിംഗ് ഓരോ ഭാരതീയനും, വിശേഷിച്ച് രാജ്യത്തെ യുവാക്കൾക്കും ഒരു പ്രചോദനത്തിൻ്റെ ഉറവിടമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിർഭയത്വം നിറഞ്ഞു നിന്നിരുന്നു. രാജ്യത്തിനു വേണ്ടി തൂക്കുകയറിൽ ഏറുന്നതിന് മുമ്പ് ഭഗത് സിംഗ് ബ്രിട്ടീഷുകാർക്ക് ഒരു കത്തെഴുതിയിരുന്നു. അദ്ദേഹം അതിൽ പറഞ്ഞത് തന്നോടും തൻ്റെ സഖാക്കളോടും യുദ്ധത്തടവുകാരോടെന്ന പോലെ പെരുമാറണം എന്നാണ്. അതുകൊണ്ട് ഞങ്ങളെ തൂക്കിലേറ്റുന്നതിന് പകരം വെടിവെച്ച് കൊല്ലണം എന്നാണ്. ഇത് അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ധൈര്യത്തിൻ്റെ തെളിവാണ്. ഭഗത് സിംഗിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വേദനകൾ അദ്ദേഹത്തിൻ്റേത് കൂടിയായിരുന്നു. അവരെ സഹായിക്കാൻ അദ്ദേഹം എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. ഞാൻ രക്തസാക്ഷി ഭഗത് സിംഗിന് ആദരപൂർവ്വം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ലതാ മങ്കേഷ്കറിൻ്റെയും ജന്മദിനമാണ്. ഭാരതീയ സംസ്കാരത്തിലും സംഗീതത്തിലും താൽപ്പര്യമുള്ള ആരും അവരുടെ ഗാനങ്ങൾ കേട്ട് വികാരാധീനരാകാതിരിക്കില്ല. മനുഷ്യൻ്റെ വികാരങ്ങളെ പിടിച്ചുലയ്ക്കുന്നതെല്ലാം അവരുടെ ഗാനങ്ങളിലുണ്ട്. അവർ ആലപിച്ച ദേശഭക്തി ഗാനങ്ങൾ ജനങ്ങൾക്ക് വലിയ പ്രചോദനമേകി. ഭാരതത്തിൻ്റെ സംസ്കാരവുമായി അവർക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. ഞാൻ ലതാ ദീദിക്ക് ഹൃദയത്തിൽ നിന്നും എൻ്റെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ലതാ ദീദിക്ക് പ്രചോദനമായിരുന്ന മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വീർ സവർക്കർ. അദ്ദേഹത്തെ അവർ താത്യ എന്നാണ് വിളിച്ചിരുന്നത്. അവർ വീർ സവർക്കർ ജിയുടെ പല ഗാനങ്ങളും തൻ്റെ സ്വരമാധുരി കൊണ്ട് അലങ്കരിച്ചു. ലതാ ദീദിയുമായുള്ള എൻ്റെ സ്നേഹബന്ധം എല്ലായ്പ്പോഴും നിലനിന്നിരുന്നു. അവർ എല്ലാ വർഷവും മുടങ്ങാതെ എനിക്ക് രാഖി അയക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നു, മറാഠി ലളിത സംഗീതത്തിലെ മഹാനായ സുധീർ ഫഡ്കെ ജിയാണ് ആദ്യമായി എന്നെ ലതാ ദീദിക്ക് പരിചയപ്പെടുത്തിയത്. ഞാൻ ലതാ ദീദിയോട് പറഞ്ഞു. അവർ ആലപിക്കുകയും സുധീർ ജി സംഗീതം നൽകുകയും ചെയ്ത എ ജ്യോതി കലശ് ചൽക്കെ എന്ന ഗാനം എനിക്ക് വളരെ ഇഷ്ടമാണെന്ന്. സുഹൃത്തുക്കളെ, നിങ്ങളും എൻ്റെ കൂടെ ഇത് ആസ്വദിക്കൂ. ജ്യോതി കലശ് ചൽക്കെ, ജ്യോതി കലശ് ചൽക്കെ, ജ്യോതി കലശ് ചൽക്കെ, ജ്യോതി കലശ് ചൽക്കെ. वे गुलाबी लाल सुनहरे रंग दल बादल के, ज्योति कलश छलके. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നവരാത്രിയുടെ ഈ വേളയിൽ നമ്മൾ ശക്തിയെ ആരാധിക്കുന്നു. നമ്മൾ സ്ത്രീശക്തിയെ ആഘോഷിക്കുന്നു. ബിസിനസ് മുതൽ സ്പോർട്സ് വരെയും വിദ്യാഭ്യാസം മുതൽ സയൻസ് വരെയും നിങ്ങൾ ഏത് മേഖല എടുത്താലും രാജ്യത്തിൻ്റെ പുത്രിമാർ എല്ലായിടത്തും തങ്ങളുടെ വിജയക്കൊടി പാറിക്കുന്നത് കാണാനാകും. ഇന്ന് അവർ സങ്കല്പിക്കാൻ പോലും പ്രയാസമുള്ള വെല്ലുവിളികളെയും മറികടക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് കടലിൽ തുടർച്ചയായി 8 മാസം താമസിക്കാൻ കഴിയുമോ?
കടലിലെ കാറ്റിൻ്റെ വേഗതയിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു ചെറിയ പായ്വഞ്ചിയിൽ 50,000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയുമോ? അതും കടലിലെ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മോശമാകുന്ന ഒരു സാഹചര്യത്തിൽ. ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 1000 തവണ ചിന്തിക്കും. എന്നാൽ ഇന്ത്യൻ നാവികസേനയിലെ ധീരരായ 2 ഓഫീസർമാർ നാവിക സാഗർ പരിക്രമയുടെ സമയത്ത് ഇത് ചെയ്ത് കാണിച്ചു. എന്താണ് ധൈര്യമെന്നും ദൃഢനിശ്ചയമെന്നും അവർ കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ന് ഞാൻ മൻ കി ബാത്തിലെ ശ്രോതാക്കൾക്ക് ധീരരായ ഈ 2 ഓഫീസർമാരെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരാൾ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയും രണ്ടാമത്തെയാൾ ലഫ്റ്റനന്റ് കമാൻഡർ രൂപയുമാണ്. ഈ 2 ഓഫീസർമാരും നമ്മോടൊപ്പം ഫോൺ ലൈനിലുണ്ട്. ഹലോ. ഹലോ സർ. നമസ്കാരം. നമസ്കാരം സർ. അപ്പോൾ എന്നോടൊപ്പം ലഫ്റ്റനന്റ് കമാൻഡർ ദില്ലയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണോ? അതെ സർ, രണ്ടുപേരുമുണ്ട്. ശരി. നിങ്ങൾ രണ്ടുപേർക്കും നമസ്കാരം. വണക്കം. വണക്കം സർ. നമസ്കാരം സർ. ശരി, ആദ്യം തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയൂ. സർ, ഞാൻ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയാണ്. ഞാൻ ഇന്ത്യൻ നേവിയിലെ ലോജിസ്റ്റിക്സ് കാഡറിലാണ്. സർ, ഞാൻ 2014 നേവിയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ഞാൻ കേരളത്തിൽ കോഴിക്കോട് നിന്നാണ്. സർ, എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. അമ്മ വീട്ടമ്മയാണ്. എൻ്റെ ഭർത്താവും ഇന്ത്യൻ നേവിയിൽ ഓഫീസറാണ്. സർ, എൻ്റെ സഹോദരി NCCയിലാണ് ജോലി ചെയ്യുന്നത്. ജയ് ഹിന്ദ് സർ. ഞാൻ ലഫ്റ്റനന്റ് കമാൻഡർ രൂപയാണ്. ഞാൻ 2017 നേവിയിലെ നേവൽ ആർമമെന്റ് ഇൻസ്പെക്ഷൻ കാഡറിൽ ജോയിൻ ചെയ്തത്. എൻ്റെ അച്ഛൻ തമിഴ്നാട്ടിൽ നിന്നും എൻ്റെ അമ്മ പോണ്ടിച്ചേരിയിൽ നിന്നുമാണ്. എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു സർ. സത്യത്തിൽ ഡിഫൻസിൽ ചേരാൻ എനിക്ക് പ്രചോദനം ലഭിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. എൻ്റെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. കൊള്ളാം. ദിൽന രൂപ, നിങ്ങളുടെ ഈ സാഗർ പരിക്രമയിലെ അനുഭവത്തെക്കുറിച്ച് അറിയാൻ രാജ്യത്തിന് ആഗ്രഹമുണ്ട്. ഇതൊരു എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അതെ സർ. സർ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ചില അവസരങ്ങൾ നമുക്ക് കൈവരും. ഈ സർക്കം നാവിഗേഷൻ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ഗവൺമെന്റുമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഈ എക്സ്പെഡിഷനിൽ ഞങ്ങൾ ഏകദേശം 47,500 കിലോമീറ്റർ സെയിൽ ചെയ്തു സർ. 2024 ഗോവയിൽ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങൾ 2025 മെയ് 29 തിരിച്ചെത്തി. ഈ എക്സ്പെഡിഷൻ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് 238 ദിവസം വേണ്ടി വന്നു സർ. ഈ 238 ദിവസവും ഞങ്ങൾ 2 പേർ മാത്രമായിരുന്നു സർ ഈ ബോട്ടിൽ. ഈ എക്സ്പെഡിഷനു വേണ്ടി ഞങ്ങൾ 3 വർഷം തയ്യാറെടുത്തു. നാവിഗേഷൻ മുതൽ കമ്മ്യൂണിക്കേഷൻ, എമർജൻസി ഡിവൈസുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണം, ഡൈവിംഗ് എങ്ങനെ ചെയ്യണം, ബോട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി, ഉദാഹരണത്തിന് മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതിനെക്കുറിച്ചെല്ലാം ഇന്ത്യൻ നേവി ഞങ്ങൾക്ക് ട്രെയിനിങ് നൽകി സർ. ഈ യാത്രയിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷം ഞങ്ങൾ ഇന്ത്യയുടെ പതാക പോയിന്റ് നെമോയിൽ ഉയർത്തിയതാണ് സർ. പോയിന്റ് നെമോ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമാണ് സർ. അവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള മനുഷ്യവാസമുള്ള സ്ഥലം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. അവിടെ ഒരു സെയിൽ ബോട്ടിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരും ആദ്യ ഏഷ്യക്കാരും ലോകത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യരും ഇപ്പോൾ ഞങ്ങളാണ് സർ. ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഗംഭീരം. നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. നിങ്ങളുടെ സഹയാത്രികയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ? സർ, എനിക്ക് പറയാനുള്ളത് ഈ സെയിൽ ബോട്ടിൽ ലോകം ചുറ്റിയവരുടെ എണ്ണം മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയവരുടെ എണ്ണത്തേക്കാൾ വളരെ കുറവാണ്. സത്യത്തിൽ സെയിൽ ബോട്ടിൽ തനിച്ച് ലോകം ചുറ്റുന്നവരുടെ എണ്ണം ബഹിരാകാശത്ത് പോയവരുടെ എണ്ണത്തേക്കാളും വളരെ കുറവാണ്. കൊള്ളാം. ഇത്രയും സങ്കീർണമായ ഒരു യാത്രയ്ക്ക് നല്ല ടീം വർക്ക് ആവശ്യമാണ്. അവിടെ ടീമിൽ നിങ്ങൾ 2 ഓഫീസർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങളെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തത്? അതെ സർ, ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടായിരുന്നു. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന പറഞ്ഞതുപോലെ ഇത് നേടാനായി ഞങ്ങൾ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തന്നെയായിരുന്നു ബോട്ട് റിപ്പയർമാരും എഞ്ചിൻ മെക്കാനിക്കുകളും സെയിൽ മേക്കറും മെഡിക്കൽ അസിസ്റ്റന്റും കുക്കും ക്ലീനറും ഡൈവറും നാവിഗേറ്ററും അങ്ങനെല്ലാം.
എല്ലാം ഒരേ സമയം ഞങ്ങൾക്ക് ആകേണ്ടി വന്നു. ഇത് നേടാൻ ഞങ്ങളെ സഹായിച്ചതിൽ ഇന്ത്യൻ നേവിക്ക് വലിയൊരു പങ്കുണ്ട്. ഞങ്ങൾക്ക് എല്ലാത്തരം പരിശീലനവും അവർ നൽകിയിട്ടുണ്ട്. ഈ സത്യത്തിൽ സർ, ഞങ്ങൾ 4 വർഷമായി ഒരുമിച്ചാണ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് പരസ്പരം കഴിവുകളും കുറവുകളും ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും പറയാറുണ്ട്, ഞങ്ങളുടെ ബോട്ടിൽ ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ടീം വർക്ക് ആയിരുന്നുവെന്ന്. കാലാവസ്ഥ മോശമാകുമ്പോൾ, അതായത് ഈ സമുദ്ര ലോകത്ത് കാലാവസ്ഥ എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടിരുന്നത്? സർ, ഞങ്ങളുടെ യാത്രയിൽ ഒരുപാട് പ്രതികൂലമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു സർ. ഈ എക്സ്പെഡിഷനിൽ ഞങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് സർ, സതേൺ ഓഷ്യനിൽ എപ്പോഴും കാലാവസ്ഥ മോശമായിരിക്കും. ഞങ്ങൾക്ക് 3 കൊടുങ്കാറ്റുകളെയും നേരിടേണ്ടി വന്നു. സർ, ഞങ്ങളുടെ ബോട്ടിന് വെറും 17 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമാണുള്ളത്. പക്ഷെ ചില സമയങ്ങളിലെ തിരമാലകൾ 3 നില കെട്ടിടത്തേക്കാൾ ഉയരമുണ്ടായിരുന്നു സർ. ഞങ്ങളുടെ യാത്രയിൽ അതികഠിനമായ ചൂടും അതികഠിനമായ തണുപ്പും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. സർ, അന്റാർട്ടിക്കയിൽ ഞങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ അവിടെ താപനില 1 ഡിഗ്രി സെൽഷ്യസും മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റും രണ്ടും ഒരുമിച്ച് നേരിടേണ്ടി വന്നു. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ 6-7 പാളി വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. സതേൺ ഓഷ്യൻ മുഴുവനും ഞങ്ങൾ ഇത്തരത്തിൽ 7 പാളി വസ്ത്രങ്ങൾ ധരിച്ചാണ് യാത്ര ചെയ്തത്. സർ, ചില സമയങ്ങളിൽ ഞങ്ങൾ ഗ്യാസ് സ്റ്റോവ് ഉപയോഗിച്ച് കൈകൾ ചൂടാക്കുമായിരുന്നു സർ. ചില സാഹചര്യങ്ങളിൽ സർ, കാറ്റ് തീരെ ഇല്ലാതാവുകയും ഞങ്ങൾ പായ എല്ലാം താഴ്ത്തി വെതുരുകി നടക്കുകയും ചെയ്യുമായിരുന്നു. അത്തരം സാഹചര്യങ്ങളിലാണ് സത്യത്തിൽ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ പെൺമക്കൾ ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ചു എന്നറിയുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടും. നിങ്ങൾ പല രാജ്യങ്ങളിലും തങ്ങിയല്ലോ. അവിടെയൊക്കെ ആളുകൾ നിങ്ങളെ കണ്ടപ്പോൾ എന്തായിരുന്നു അനുഭവം? അതെ സർ, ഞങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ലഭിച്ചത്. 8 മാസത്തിനിടയിൽ ഞങ്ങൾ 4 സ്ഥലങ്ങളിൽ നിർത്തിയിരുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫോർട്ട് സ്റ്റാൻലി, പിന്നെ സൗത്ത് ആഫ്രിക്ക. ഓരോ സ്ഥലത്തും ശരാശരി എത്ര സമയം തങ്ങേണ്ടി വന്നു? സർ, ഞങ്ങൾ ഒരു സ്ഥലത്ത് 14 ദിവസമാണ് താമസിച്ചത്. 14 ദിവസം ഒരു സ്ഥലത്തോ? അതെ സർ. പിന്നെ സർ, ഞങ്ങൾ ലോകത്തിന്റെ എല്ലാ കോണിലും ഇന്ത്യക്കാരെ കണ്ടു സർ. അവരും വളരെ ആക്റ്റീവായും നല്ല ആത്മവിശ്വാസത്തോടെയും ഭാരതത്തിന്റെ യശസ്സുയർത്തുകയാണ്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളുടെ ഈ വിജയം സർ, അവർ അവിടെ കൂടെ വിജയമായിട്ടാണ് കണ്ടതെന്നാണ്. കൂടാതെ ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ലഭിച്ചു. ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ സ്പീക്കർ ഞങ്ങളെ വിളിച്ചു. അദ്ദേഹം ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു സർ. പിന്നെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സർ, ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നിയിരുന്നു. പിന്നെ ന്യൂസിലൻഡിൽ പോയപ്പോൾ അവിടുത്തെ മാവോരി ജനത ഞങ്ങളെ സ്വാഗതം ചെയ്തു. കൂടാതെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തോട് അവർ വലിയ ബഹുമാനം കാണിച്ചു സർ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സർ. ഫോർട്ട് സ്റ്റാൻലി ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ് സർ. അത് സൗത്ത് അമേരിക്കയുടെ അടുത്താണ്. അവിടുത്തെ ആകെ ജനസംഖ്യ വെറും 3500 മാത്രമാണ് സർ. പക്ഷേ അവിടെ ഞങ്ങൾ കണ്ടത് ഒരു മിനി ഇന്ത്യയാണ്. അവിടെ 45 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ സ്വന്തക്കാരെ പോലെ ട്രീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് അതൊരു സ്വന്തം വീടാണെന്ന തോന്നലുണ്ടാക്കി സർ. നിങ്ങളെപ്പോലെ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ പെൺമക്കൾക്ക് നിങ്ങൾ രണ്ടുപേരും എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? സർ, ഞാനിപ്പോൾ ലഫ്റ്റനന്റ് കമാൻഡർ റൂബയാണ് സംസാരിക്കുന്നത്. അങ്ങയിലൂടെ എനിക്ക് എല്ലാവരോടുമായി പറയാനുള്ളത്, ആരെങ്കിലും മനസ്സ് വെച്ച് കഠിനാധ്വാനം ചെയ്താൽ ഈ ലോകത്ത് ഒന്നും അസാധ്യമല്ല എന്നാണ്. നിങ്ങൾ എവിടെ നിന്നാണ്, എവിടെയാണ് ജനിച്ചത് എന്നതൊന്നും ഒരു വിഷയമേ അല്ല. സർ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം ഭാരതത്തിലെ യുവാക്കളും സ്ത്രീകളും വലിയ സ്വപ്നങ്ങൾ കാണണം. ഭാവിയിൽ എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും പ്രതിരോധ രംഗത്തും കായിക രംഗത്തും സാഹസിക രംഗത്തും പങ്കാളികളായി രാജ്യത്തിന്റെ യശസ്സുയർത്തണം എന്നാണ്. അതിൽന, റൂബ, നിങ്ങളുടെ വാക്കുകൾ കേട്ട് എനിക്ക് വളരെ ആവേശം തോന്നുന്നു. എത്ര വലിയ സാഹസമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ വക ഒരുപാട് നന്ദി. തീർച്ചയായും നിങ്ങളുടെ കഠിനാധ്വാനവും വിജയവും നേട്ടങ്ങളും രാജ്യത്തെ യുവാക്കളെയും യുവതികളെയും ഒരുപാട് പ്രചോദിപ്പിക്കും. ഇതുപോലെ ത്രിവർണ്ണ പതാക പാറിച്ചുകൊണ്ടേയിരിക്കുക. ഭാവിയിലെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. സർ, താങ്ക് യു. വളരെയധികം നന്ദി. വണക്കം. നമസ്കാരം. നമസ്കാരം സർ. സുഹൃത്തുക്കളെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഭാരതത്തിൻ്റെ സംസ്കാരത്തെ സജീവമായി നിലനിർത്തുന്നു. ദീപാവലിക്ക് ശേഷം വരുന്ന അത്തരത്തിലുള്ള ഒരു പുണ്യ ഉത്സവമാണ് ഛഠ് പൂജ. സൂര്യദേവൻ സമർപ്പിച്ചിരിക്കുന്ന ഈ മഹോത്സവം വളരെ സവിശേഷമാണ്. ഇതിൽ നമ്മൾ അസ്തമിക്കുന്ന സൂര്യനും
അർഘ്യം അർപ്പിക്കുന്നു, അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഛഠ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ആഘോഷിക്കുന്നത്, മറിച്ച് ലോകമെമ്പാടും അതിൻ്റെ ശോഭ കാണാൻ സാധിക്കും. ഇന്നിത് ഒരു ആഗോള ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളോട് ഇത് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഭാരത സർക്കാരും ഛഠ് പൂജയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഭാരത സർക്കാർ ഛഠ് മഹോത്സവത്തെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ, അതായത് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഛഠ് പൂജ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണിലുമുള്ള ആളുകൾക്കും അതിൻ്റെ മഹത്വവും ദിവ്യത്വവും അനുഭവിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുൻപ് ഭാരത സർക്കാരിൻ്റെ സമാനമായ പരിശ്രമങ്ങളുടെ ഫലമായി കൊൽക്കത്തയിലെ ദുർഗാ പൂജയും യുനെസ്കോയുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. നമ്മുടെ സാംസ്കാരിക പരിപാടികൾക്ക് ഇതുപോലെ ആഗോള അംഗീകാരം നേടിക്കൊടുക്കുമ്പോൾ ലോകം അവയെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും, അവയിൽ പങ്കുചേരാൻ മുന്നോട്ട് വരും. സുഹൃത്തുക്കളെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജി എപ്പോഴും സ്വദേശി ഉത്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് ഊന്നൽ നൽകിയിരുന്നു. അവയിൽ ഖാദി ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഖാദിയുടെ പ്രഭാവം കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ഖാദിയോടുള്ള രാജ്യത്തെ ജനങ്ങളുടെ ആകർഷണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഖാദിയുടെ വിൽപ്പനയിൽ വലിയ വർധനവാണ് കാണുന്നത്. ഒക്ടോബർ 2 ഏതെങ്കിലും ഒരു ഖാദി ഉൽപ്പന്നം തീർച്ചയായും വാങ്ങണമെന്ന് ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് അഭിമാനത്തോടെ പറയൂ, ഇത് സ്വദേശിയാണ് എന്ന്. അത് സോഷ്യൽ മീഡിയയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്നതിനൊപ്പം ഷെയർ ചെയ്യുകയും വേണം. സുഹൃത്തുക്കളെ, ഖാദിയെപ്പോലെ തന്നെ നമ്മുടെ കൈത്തറി, കരകൗശല മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് അത്തരം നിരവധി ഉദാഹരണങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അവ വ്യക്തമാക്കുന്നത് പാരമ്പര്യവും ഇന്നോവേഷനും ഒരുമിച്ച് ചേർത്താൽ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കുമെന്നാണ്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ യാഴ് നാച്ചുറൽസ് എടുക്കാം. അവിടെ അശോക് ജഗദീശനും പ്രേം സെൽവരാജും തങ്ങളുടെ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു. അവർ പുല്ലും വാരനാരും ഉപയോഗിച്ച് യോഗ മാറ്റുകളുണ്ടാക്കി, ഹെർബൽ ചായങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾക്ക് നിറം നൽകി, കൂടാതെ 200 കുടുംബങ്ങൾക്ക് പരിശീലനം നൽകി അവർക്ക് തൊഴിലും നൽകി. ജാർഖണ്ഡിലെ ആശിഷ് സത്യവ്രത് സാഹു ജോഹർഗ്രാം ബ്രാൻഡിലൂടെ ആദിവാസി നെയ്ത്തും വസ്ത്രങ്ങളും ഗ്ലോബൽ റാമ്പിൽ എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളുടെ ഫലമായി ഇന്ന് ജാർഖണ്ഡിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് മറ്റ് രാജ്യങ്ങളിലെ ആളുകളും അറിയാൻ തുടങ്ങിയിരിക്കുന്നു. ബീഹാറിലെ മധുബനി ജില്ലയിൽ നിന്നുള്ള സ്വീറ്റി കുമാരിയും സങ്കൽപ് ക്രിയേഷൻ എന്ന സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. മിഥില പെയിന്റിങ്ങിനെ അവർ സ്ത്രീകളുടെ ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് 500-ലധികം ഗ്രാമീണ വനിതകൾ അവരോടൊപ്പം ചേർന്ന് സ്വാശ്രയത്വത്തിൻ്റെ പാതയിലാണ്. ഈ വിജയഗാഥകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പാരമ്പര്യങ്ങളിൽ വരുമാനത്തിനുള്ള എത്രയോ മാർഗങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ്. നമ്മുടെ നിശ്ചയദാർഢ്യം ഉറച്ചതാണെങ്കിൽ വിജയം നമ്മിൽ നിന്ന് അകന്നു പോകില്ല. പ്രിയപ്പെട്ട ദേശവാസികളെ, അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ വിജയദശമി ആഘോഷിക്കാൻ പോവുകയാണ്. ഇത്തവണത്തെ വിജയദശമി മറ്റൊരു കാരണം കൊണ്ടുകൂടി വളരെ സവിശേഷമാണ്. ഈ ദിവസം രാഷ്ട്രീയ സ്വയംസേവക് സംഘ് സ്ഥാപിതമായിട്ട് 100 വർഷം തികയുകയാണ്. ഒരു നൂറ്റാണ്ട് നീണ്ട ഈ യാത്ര അത്ഭുതകരവും അഭൂതപൂർവവും അത്ര തന്നെ പ്രചോദനാത്മകവുമാണ്. 100 വർഷം മുൻപ് രാഷ്ട്രീയ സ്വയംസേവക് സംഘ് സ്ഥാപിതമായപ്പോൾ നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളായി അടിമത്തത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകൾ നീണ്ട ഈ അടിമത്തം നമ്മുടെ സ്വാഭിമാനത്തിനും ആത്മവിശ്വാസത്തിനും ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരത്തിന് മുന്നിൽ ഒരു സ്വത്വ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ദേശവാസികൾ അപകർഷതാബോധത്തിന് ഇരയാകാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം രാജ്യം ആശയപരമായ അടിമത്തത്തിൽ നിന്നും മോചിതരാകേണ്ടത് പ്രധാനമായിരുന്നു.
പ്രസ്തുത സാഹചര്യത്തിൽ പരംപൂജനീയ ഡോക്ടർ ഹെഡ്ഗേവാർ ജി ഈ വിഷയത്തിൽ ഗാഢമായി ചിന്തിക്കാൻ തുടങ്ങി. തുടർന്ന് ഈ ഭഗീരഥ പ്രയത്നത്തിനായി അദ്ദേഹം 1925 വിജയദശമിയുടെ പുണ്യവേളയിൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘിന് രൂപം നൽകി. ഡോക്ടർ സാഹിബിന്റെ കാലശേഷം പരംപൂജനീയ ഗുരുജി രാഷ്ട്രസേവനമാകുന്ന ഈ മഹായജ്ഞം മുന്നോട്ട് കൊണ്ടുപോയി. പരംപൂജനീയ ഗുരുജി പറയാറുണ്ടായിരുന്നു, രാഷ്ട്രായ സ്വാഹ ഇതം രാഷ്ട്രായ ഇതെന്ന മമ, അതായത് ഇത് എൻ്റേതല്ല, ഇത് രാഷ്ട്രത്തിൻ്റെതാണ്. ഇതിൽ സ്വാർത്ഥതയ്ക്ക് അതീതമായി രാഷ്ട്രത്തിനായി സ്വയം സമർപ്പിക്കാനുള്ള പ്രചോദനമുണ്ട്. ഗുരുജി ഗോൾവാൾക്കർ ജിയുടെ ഈ വാക്യം ലക്ഷക്കണക്കിന് സ്വയംസേവകർക്ക് ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും പാത കാണിച്ചു കൊടുത്തു. ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും മനോഭാവവും അച്ചടക്കത്തിൻ്റെ പാഠവുമാണ് സംഘത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഇന്ന് RSS 100 വർഷമായി തളരാതെ നിർത്താതെ രാഷ്ട്രസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, രാജ്യത്ത് എവിടെ പ്രകൃതി ദുരന്തമുണ്ടായാലും RSSന്റെ സ്വയംസേവകർ ആദ്യം അവിടെ എത്തുന്നത്. സ്വയംസേവകരുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ഓരോ ശ്രമത്തിലും രാഷ്ട്രം പ്രഥമം, നേഷൻ ഫസ്റ്റ് എന്ന ഈ വികാരം എല്ലായ്പ്പോഴും സർവോപരിയായി നിലകൊള്ളുന്നു. രാഷ്ട്രസേവനമാകുന്ന ഈ മഹായജ്ഞത്തിൽ സ്വയം സമർപ്പിക്കുന്ന ഓരോ സ്വയംസേവകനും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, അടുത്ത മാസം ഒക്ടോബർ 7 മഹർഷി വാൽമീകി ജയന്തിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മഹർഷി വാൽമീകി ഭാരതീയ സംസ്കാരത്തിൻ്റെ എത്ര വലിയ ആധാരശിലയാണെന്ന്. ഭഗവാൻ ശ്രീരാമന്റെ അവതാര കഥകൾ ഇത്ര വിസ്തരിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മഹർഷി വാൽമീകിയായിരുന്നു. അദ്ദേഹം മാനവരാശിക്ക് രാമായണം പോലൊരു അദ്ഭുത ഗ്രന്ഥം നൽകി. സുഹൃത്തുക്കളെ, രാമായണത്തിന് ഈ സ്വാധീനമുണ്ടായത് അതിലടങ്ങിയിരിക്കുന്ന ഭഗവാൻ ശ്രീരാമന്റെ ആദർശങ്ങളും മൂല്യങ്ങളും കാരണമാണ്. ഭഗവാൻ ശ്രീരാമൻ സേവനം, രമ്യത, കരുണ എന്നിവയാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, മഹർഷി വാൽമീകിയുടെ രാമായണത്തിലെ രാമൻ മാതാ ശബരിയോടും നിഷാദരാജനോടും ചേരുമ്പോഴാണ് പൂർണ്ണനാകുന്നത് എന്ന്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അതോടൊപ്പം നിഷാദരാജൻ്റെയും മഹർഷി വാൽമീകിയുടെയും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളും അയോധ്യയിൽ രാംലല്ലയെ ദർശിക്കാൻ പോകുമ്പോൾ മഹർഷി വാൽമീകിയുടെയും നിഷാദരാജൻ്റെയും ക്ഷേത്രങ്ങളിൽ തീർച്ചയായും ദർശനം നടത്തണം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, കല, സാഹിത്യം, സംസ്കാരം എന്നിവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അവ ഏതെങ്കിലും ഒരു പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ്. അതിൻ്റെ സുഗന്ധം എല്ലാ അതിരുകളെയും ഭേദിച്ച് ജനങ്ങളുടെ മനസ്സിൽ സ്പർശിക്കുന്നു. ഈയിടെ പാരീസിലെ ഒരു കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ സോന്ത് മണ്ഡപ് അതിൻ്റെ 50 വർഷം പൂർത്തിയാക്കി. ഈ സെൻറ്റർ ഭാരതീയ നൃത്തത്തെ ജനപ്രിയമാക്കുന്നതിൽ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇത് സ്ഥാപിച്ചത് മിലേന സാൽവിനിയാണ്. ഏതാനും വർഷങ്ങൾക്കു മുമ്പ് അവരെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഞാൻ സോന്ത് മണ്ഡപയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ 2 ചെറിയ ഓഡിയോ ക്ലിപ്പുകൾ കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. ദയാലു സിതകിൻ സിതനാ മിനിഹ കൗരുന്ദോ മസബന്ദേ മിനിഹ മിനിഹ ഗന സൊന്ദിനേ നേനു വെദോ ബിന്ദ കുദുസിതുവേ ദയാലു സിതകിൻ സിതനാ മിനിഹ കൗരുന്ദോ മസബന്ദേ മിനിഹ മിനിഹ ഗന സൊന്ദിനേ. ഇനി രണ്ടാമത്തെ ക്ലിപ്പും കേൾക്കൂ. മനിതൻ മനിതനുക്കായില്ലയേ
மற்றதுதான் இங்கு கவலைப்படும் கருணையுள்ளத்தில் பரவிடவே அன்பு செய்வாய் நீ என் தோழா. மனிதன் மனிதனுக்காயில்லையே, மற்றதுதான் இங்கு கவலைப்படும் കരുണയുള്ളത്തിൽ പരവിടവേ. സുഹൃത്തുക്കളെ, ഭൂപൻ ഹസാരികയുടെ ഗാനങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധിക്കപ്പെടുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ശ്രീലങ്കയിൽ വളരെ പ്രശംസനീയമായ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതിൽ ഭൂപൻ ദായുടെ പ്രശസ്തമായ ഗാനം മനുഹേ മനുഹാർ ബാബേ ശ്രീലങ്കൻ കലാകാരന്മാർ സിംഹളയിലേക്കും തമിഴിലേക്കും വിവർത്തനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഓഡിയോ ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് അസമിൽ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. അത് തീർച്ചയായും വളരെ അവിസ്മരണീയമായ ഒരു പരിപാടിയായിരുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് അസം ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ദുഃഖകരമായ സംഭവം കൂടിയുണ്ടായി. സുബീൻ ഗാർഗിൻ്റെ അകാല വിയോഗം, അതിൽ അവിടുത്തെ ജനങ്ങൾ അതീവ ദുഃഖത്തിലാണ്. സുബീൻ ഗാർഗ് ഒരു പ്രശസ്ത ഗായകനായിരുന്നു. അദ്ദേഹം രാജ്യമെമ്പാടും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ആസാമിൻ്റെ സംസ്കാരത്തോട് അദ്ദേഹത്തിന് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. സുബീൻ ഗാർഗ് നമ്മുടെ ഓർമ്മകളിൽ എന്നും ജീവിക്കും. അദ്ദേഹത്തിൻ്റെ സംഗീതം വരും തലമുറകളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും. ജുബിൻ ഗാർഗ് ആസിൽ അഹോമോർ ഹമോസ് കൃതിർ ഉജ്ജ്വൽ രത്നോ ജനോതാർ ഹൃദയോത് തെയോ ഹദായ് ജിയായ് താക്കിബോ. സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്തിന് ഒരു മഹാനായ ചിന്തകനും തത്വജ്ഞാനിയുമായ എസ്.എൽ. ഭൈരപ്പയെയും നഷ്ടമായി. എനിക്ക് ഭൈരപ്പജിയുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിൽ പല അവസരങ്ങളിലും വിവിധ വിഷയങ്ങളിൽ ഗഹനമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ യുവതലമുറയുടെ ചിന്തകൾക്ക് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കന്നഡയിലുള്ള ഒരുപാട് രചനകളുടെ വിവർത്തനങ്ങളും ലഭ്യമാണ്. നമ്മുടെ വേരുകളിലും സംസ്കാരത്തിലും അഭിമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഞാൻ എസ്.എൽ. ഭൈരപ്പക്ക് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം യുവാക്കളോട് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, വരും ദിവസങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി ഉത്സവങ്ങളും സന്തോഷങ്ങളും വരാനിരിക്കുകയാണ്. ഓരോ ആഘോഷത്തിനും നമ്മൾ ധാരാളം സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഇത്തവണയാണെങ്കിൽ GST ബച്ചത് ഉത്സവം നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു പ്രതിജ്ഞ എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കാൻ കഴിയും. ഇത്തവണത്തെ ആഘോഷങ്ങൾ സ്വദേശി ഉത്പന്നങ്ങൾ കൊണ്ടുമാത്രം ആഘോഷിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളുടെ ശോഭ പലമടങ്ങ് വർദ്ധിക്കുന്നത് കാണാം. വോക്കൽ ഫോർ ലോക്കൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൻ്റെ മന്ത്രമാക്കൂ. രാജ്യത്ത് നിർമ്മിച്ചത് മാത്രമേ വാങ്ങൂ എന്ന് എന്നേക്കുമായി തീരുമാനിക്കൂ. രാജ്യത്തെ ജനങ്ങൾ നിർമ്മിച്ചത് മാത്രം വീട്ടിലേക്ക് കൊണ്ടുപോകുക. രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന്റെ അധ്വാനമുള്ള ആ ഉൽപ്പന്നം മാത്രം ഉപയോഗിക്കുക. നമ്മളൊരു ഉൽപ്പന്നം മാത്രമല്ല വാങ്ങുന്നത്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു കരകൗശല വിദഗ്ധൻ്റെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. ഒരു യുവ സംരംഭകൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയാണ്. സുഹൃത്തുക്കളെ, ആഘോഷവേളകളിൽ നമ്മളെല്ലാവരും നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിൽ ഏർപ്പെടാറുണ്ട്. എന്നാൽ ശുചിത്വം വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. തെരു, പരിസരം, കമ്പോളം, ഗ്രാമം എന്നിവിടങ്ങളിലെല്ലാം ശുചിത്വം പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ഈ സമയമെല്ലാം ആഘോഷങ്ങളുടെ കാലമാണ്.
അതിൽ ദീപാവലി ഒരു തരത്തിൽ ഒരു മഹോത്സവമാണ്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വരാനിരിക്കുന്ന ദീപാവലിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നാൽ അതോടൊപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ സ്വയം പര്യാപ്തമാവണം. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക തന്നെ വേണം. അതിനുള്ള വഴി സ്വദേശിയിലൂടെയാണ് സാധ്യമാകുന്നത്. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിൽ ഇത്തവണ ഇത്രമാത്രം. അടുത്ത മാസം പുതിയ ഗാഥകളും പ്രചോദനങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ. വളരെയധികം നന്ദി.